നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഹീറ്റർ പ്ലഗ് അഥവാ ഗ്ലോ പ്ലഗിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നു. എന്തായിരിക്കും കാരണം? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് സേതു കേസാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഡിസയർ ഡീസൽ ഹീറ്റർ പ്ലഗ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുന്നു. എന്തായിരിക്കും ഇഷ്യൂ? വാർണിംഗ് ലൈറ്റ് ഇല്ല, സ്കാൻ ചെയ്യുമ്പോൾ എറർ കാണിക്കും. ഇപ്പോൾ മോർണിംഗ് സ്റ്റാർട്ടിൽ വൈറ്റ് പുക വരുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും ഇതിനകത്ത് വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വാർണിംഗ് ലൈറ്റ് ഇല്ല, പക്ഷേ ശരിക്കും വാർണിംഗ് ലൈറ്റ് ഇല്ലാതെ എങ്ങനെ ഗ്ലോ പ്ലഗ് പോയി എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. കാരണം പോയെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു സംശയം ഇതിനകത്ത് തോന്നുന്നുണ്ട്. അതൊന്ന് കൺഫേം ആക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഗ്ലോ പ്ലഗ് മാറിയതിന് ശേഷമാണ് വാർണിംഗ് ലൈറ്റ് പോയെങ്കിൽ ഓക്കെ. പെട്ടെന്ന് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്ലോ പ്ലഗ് പോകുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മൊഡ്യൂളിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ഹീറ്റർ പ്ലഗിൻ്റെ മൊഡ്യൂളിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കും. എന്താണ് മൊഡ്യൂൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഹീറ്റർ പ്ലഗ് അഥവാ ഗ്ലോ പ്ലഗ് ഫുൾ ടൈം വർക്കിംഗ് അല്ല. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് മോർണിംഗ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിലോട്ട് ഹീറ്റ് കൊടുക്കാൻ വേണ്ട മൊഡ്യൂളാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ മൊഡ്യൂളാണ് കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഇതിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്കിംഗ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ആ മൊഡ്യൂൾ ഓവറായിട്ടുള്ള കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊഡ്യൂളിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഗ്ലോ പ്ലഗിന് അല്ലെങ്കിൽ ഹീറ്റർ പ്ലഗിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോ പ്ലഗിന് ശരിക്കും ഒരു ലൈഫ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഹീറ്റ് ആകുന്നൊരു ഡിവൈസ് തന്നെയാണ്. അതുകൊണ്ട് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു ഹീറ്റർ പ്ലഗിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹീറ്റർ പ്ലഗിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ ഒരു ഹീറ്റർ പ്ലഗ് മാത്രമാണ് മാറുന്നത്. പക്ഷേ ബാക്കിയുള്ള മൂന്നും പിന്നെ അവിടെ ഇരിക്കുകയാണ്. അന്നേരം നമ്മളത് മാറുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കംപ്ലയിൻറ്റ് വന്നു അതിൻ്റെ അടുത്തതും പെട്ടെന്ന് പിന്നെയും കംപ്ലയിൻറ്റ് വരും. അത്യാവശ്യം കിലോമീറ്റർ ഓടിയ വാഹനമാണല്ലോ, ഒരു 10,000-50,000 അല്ലെങ്കിൽ 50,000 പ്ലസ് കിലോമീറ്റർ ഓടിയ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോ പ്ലഗ് മാറുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റർ പ്ലഗ് മാറുന്ന സമയത്ത് 4 ഹീറ്റർ പ്ലഗും കൂടെ ഒന്നിച്ച് മാറാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്ന് മാറുന്നതിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത് ആ 4 പുതിയതായിട്ട് തന്നെ ഇരുന്നോളൂ. അല്ലെങ്കിൽ ഒരെണ്ണം പുതിയതും ബാക്കി 3 പഴയതുമായിരിക്കും. പിന്നെ അടുത്ത ഒരെണ്ണം കംപ്ലയിൻറ്റ് വരുമ്പോൾ പിന്നെയും കൊണ്ടുവരും. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് വന്ന് മാറുന്നതിന് പകരം ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒറ്റ തവണ തന്നെ ഈ 4 ഒന്നിച്ച് മാറിവിടുകയാണ്. ഒറ്റ ലേബർ ചാർജിനകത്ത് നിങ്ങൾക്ക് കാര്യം തീർന്നു കിട്ടും, സമയലാഭമാണ്. കോസ്റ്റ് കൂടുതലല്ലേ എന്നൊരു ചോദ്യം വരും. എന്നാലും നമുക്ക് ബാക്കി മാറിയ ഹീറ്റർ പ്ലഗ് വേണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരെണ്ണം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്തിടാം. ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. പിന്നെ വെള്ളപ്പുകയുടെ കേസ് ഇട്ട് പറഞ്ഞാൽ, അത് നോർമലി രാവിലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിലാണ് ഈ വെള്ളപ്പുക വരുന്നതെങ്കിൽ അത് വളരെ നോർമലാണ്. ഈ ശരിക്കും പറഞ്ഞാൽ അത് വെള്ളപ്പുകയായിരിക്കത്തില്ല, വേപ്പർ ആകാനാണ് ചാൻസസ് കൂടുതൽ. ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കുക. ഞാൻ സ്മോക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാവും. ഏതായാലും ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ച് കുറച്ചൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടണം. അതായത് വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയ ഹീറ്റർ പ്ലഗ് പോയി അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ് പോയെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കമൻറ്റും കൂടി ഇടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ബാക്കി കാണുന്ന ആൾക്കാർക്കും ഇതൊരു എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏതായാലും വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ്